ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോൾഡൻ റേഷ്യോ പാർട്ട് 1 ആയിട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. സോ അതിന്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ ലോഗോന്റെ ആ സ്കെച്ചിൽ ജസ്റ്റ് എവിടെയൊക്കെയാണ് കർവ് വരുന്നതെന്ന് അതിനനുസരിച്ച് നമ്മൾ സർക്കിൾസ് അറേഞ്ച് ചെയ്ത് വയ്ക്കും. ഇവിടെ നമുക്ക് ഫില്ലിന്റെ ആവശ്യമില്ല, ജസ്റ്റ് സർക്കിൾസിൽ സ്ട്രോക്ക് മാത്രം കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗോൾഡൻ റേഷ്യോ നമ്മുടെ സ്കെച്ചിനനുസരിച്ച് ഒന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ ഗോൾഡൻ റേഷ്യോസ് നിങ്ങൾ അങ്ങനെ തന്നെയല്ല, അതിന്റെ കോപ്പിയാണ് എടുത്ത് വെച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾ ആ ബോഡിയുടെ സ്ട്രക്ചർ അനുസരിച്ച് കേഴ്സ് ഒക്കെ മാക്സിമം ആ സർക്കിൾ എടുത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതെല്ലാം സ്ട്രെയിറ്റ് ആയിട്ടാണ് ബോഡിയുടെ പോർഷൻ വരുന്നതെങ്കിൽ ഗോൾഡൻ റേഷ്യോയുടെ ആ ഫുൾ റെക്റ്റാങ്കിൾ അതങ്ങനെ തന്നെ എടുത്തു വയ്ക്കും. ഈ സർക്കിൾസ് ഒക്കെ ഇങ്ങനെ വെച്ച് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഉള്ളിലത്തെ പോർഷൻ, അതായത് ബോഡിയുടെ പോർഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ ഏരിയാസും ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. സർക്കിൾസ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം Shift M പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് ബിൽഡർ ടൂൾ കിട്ടും. ഈ ടൂൾ കൊണ്ടാണ് നമ്മൾ ലോഗോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഉള്ളിൽ വരുന്ന ആ ഒരു ബോഡിയുടെ പോർഷൻ മാത്രം ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പോയാൽ മതി. ഇനി എക്സസൈസ് നിൽക്കുന്ന പുറത്തത്തെ ഏരിയാസ് ഒക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ കേർവ്സ് ഒക്കെ സ്മൂത്ത് ചെയ്യാൻ ജസ്റ്റ് സ്മൂത്ത് ടൂൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ ലോഗോയിലുള്ള കുറച്ച് അഡീഷണൽ ഡീറ്റെയിലിങ്സ് ആണ്. ഇനി ഇതിലേക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾ ഗോൾഡൻ റേഷ്യോയുടെ സർക്കിൾസ് വെച്ചിട്ട് ഇപ്പം ഞാൻ ഈ കണ്ണ് ഡിസൈൻ ചെയ്യുന്നതും ഇതുപോലെയാണ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വയ്ക്കുക അതിലേക്ക്. എന്നിട്ട് ഇത് നമ്മുടെ ലോഗോന്ന് കട്ടായി പോകാൻ ജസ്റ്റ് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് വിൻഡോയിൽ പാത്ത് ഫൈൻഡർ എടുത്തിട്ട് മൈനസ് ഫ്രണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് ഷേപ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർട്ടീസിൽ പാത്ത് ഫൈൻഡറിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആവും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്.